അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് തൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അത്രയധികം പെട്ടെന്ന് മടങ്ങിപ്പോയില്ല. 102 വർഷം നമ്മോടൊപ്പം ജീവിച്ച്, ഇപ്പോൾ നമ്മോടൊപ്പം എന്ന് പറയുന്നത് നമ്മളുടെ മുൻ തലമുറകൾക്കൊപ്പവും ജീവിച്ച്, അങ്ങനെ അല്ലെങ്കിൽ വരുന്ന നമുക്കൊക്കെ ശേഷമുള്ള തലമുറകളോടൊപ്പവും ജീവിച്ച്, അങ്ങനെ വലിയ ഒരു കാലം കേരളത്തിൽ ജീവിച്ച് വളരെ അർത്ഥസമ്പുഷ്ടമായ അത്തരത്തിലൊരു ജീവിതം ജീവിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS അച്യുതാനന്ദൻ്റെ മടങ്ങിപ്പോക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര അവിടെ വിട്ടുപോകുന്നത് വളരെ വികാര നിർഭരമായ ഒരു രംഗമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ മാധു, 2015 അന്നാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയി അദ്ദേഹം അവിടെ വന്നത്. പുറത്ത് ഒരു വലിയ സമൂഹം, അത് മാധ്യമങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരും അതിനുപരി കേരളത്തിലെ ജനങ്ങൾ മൊത്തം VS അച്യുതാനന്ദൻ്റെ അടുത്ത നീക്കം എന്താണ് എന്ന് കാത്തിരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ അതിലൊന്നും കുലുങ്ങിയില്ല. VS അച്യുതാനന്ദൻ പാർട്ടി വിട്ട് പുറത്തു വരും, പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവർ പോലുമുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരുപക്ഷെ VS അച്യുതാനന്ദനെ പ്രേരിപ്പിച്ച ആളുകൾ പോലുമുണ്ട്. അവരുടെ അത്തരം ഒരുപക്ഷെ പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ പ്രേരണകളിലോ ഒന്നും വഴങ്ങാതെ അദ്ദേഹം പാർട്ടിയോടൊപ്പം തന്നെ ചേർന്നു നിന്നു. ഒരു പക്ഷേ ഇപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹം അന്നങ്ങനെ അത്തരമൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇത്തര വികാരനിർഭരമായ ഒരു യാത്രയെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് സംശയമാണ്. VS അച്യുതാനന്ദൻ അറിയാം, ഇത് ഞാൻ കൂടി ചേർന്ന് കെട്ടിപ്പടുത്തെടുത്ത പ്രസ്ഥാനമാണ്. 1964 പാർട്ടി ഉണ്ടാകുമ്പോൾ, അത് പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ, CPM ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ആ ഒരു കടലിനോടൊപ്പം, ആ പാർട്ടിയാകുന്ന കടലിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണം എന്നുള്ളത് VS അച്യുതാനന്ദൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അങ്ങനെയുള്ള VS അച്യുതാനന്ദനാണ് ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുന്നത്. VS അച്യുതാനന്ദനെ വേദിയിലിരുത്തിക്കൊണ്ട് VS അച്യുതാനന്ദനെതിരെ പരിഹാസമുയർന്നിട്ടുണ്ട്. അതായത് കടലിനോട് ചേർന്ന് നിന്നാൽ, ഈ കടലിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ തിരയാകാൻ കഴിയുള്ളൂ എന്ന പരിഹാസം VS അച്യുതാനന്ദനെ വേദിയിലിരുത്തിക്കൊണ്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ VS അച്യുതാനന്ദൻ തിരയാകാനല്ല ആഗ്രഹിച്ചത്. അങ്ങനെ പാർട്ടി വിട്ടു പോയിരുന്നുവെങ്കിൽ ഈ കടലിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു തുള്ളി വെള്ളം മാത്രമാകുമായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷേ VS അച്യുതാനന്ദൻ തിരയാകാൻ പോലുമല്ല, പാർട്ടി നേർമയുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ കടലാകാനാണ് VS അച്യുതാനന്ദൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ഒരിക്കലും ഈ പ്രസ്ഥാനം വിട്ടു പോകാതിരുന്നത്. ഇപ്പോൾ ഈ കിട്ടുന്ന സ്നേഹവായ്പോടെ, ഈ വികാര പ്രകടനങ്ങളോടെ VS അച്യുതാനന്ദൻ വിട പറയുന്നതും അതുകൊണ്ടാണ്. 1939 പാറപ്പുറം സമ്മേളനം, 40 VS അച്യുതാനന്ദൻ പാർട്ടി അംഗമാകുന്നത്. ഒരൊറ്റ വർഷത്തിൻ്റെ ചെറുപ്പം മാത്രമുള്ള അംഗത്വമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതായത് കേരളത്തിലെ പാർട്ടി ഘടകം രൂപപ്പെട്ടാൽ ഒറ്റ വർഷത്തിന് ശേഷം VS അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ ചരിത്രം സ്വന്തം ജീവചരിത്രമായ മനുഷ്യനെയാണ് കേരളത്തിന് ഇന്ന് നഷ്ടമാകുന്നത് എന്നതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ, പാർട്ടി അംഗത്വത്തിൻ്റെ പ്രായം പോലും ഇന്നു തികച്ചില്ല ഇന്നത്തെ തലപ്പൊക്കമുള്ള നേതാക്കൾക്ക് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അത് യെച്ചൂരി പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇപ്പോൾ DC ഓഫീസിൽ നിന്ന് അക്ഷയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അക്ഷയ, പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് VS ഇറങ്ങിയിരിക്കുന്നു. അവസാന യാത്രയാണ്, ഇനി ആ വീട്ടിലേക്ക് തിരികെയില്ല. DC ഓഫീസ് നമുക്കറിയാം, സഖാവ് P കൃഷ്ണപിള്ളിയുടെ പേരിലുള്ള ഓഫീസ് കെട്ടിടമാണ്. സംഘടനാ ചട്ടക്കൂട് പടുത്തുയർത്തുന്നതിൽ VSനെ കണ്ടെത്തിയത് മുതൽ എല്ലാ കാലവും VSന്റെ മനസ്സിലെ നക്ഷത്രമാണ്. ഒരു തലമുറ VSനെ ഉജ്ജ്വല സൂര്യനായി കാണുമ്പോൾ VS തൻ്റെ സൂര്യനും വെളിച്ചവും വഴിവിളക്കുമായി കണ്ട നേതാവിൻ്റെ പേരിലുള്ള ഇടത്തേക്കാണ് VS മടങ്ങി വരുന്നത്. അങ്ങനെ ഓർമ്മകളിലെല്ലാം ഒപ്പുവെച്ച് VS അന്ത്യയാത്ര നടത്തുകയാണ്. തീർച്ചയായിട്ടും മാധു, സംഘടനാ പ്രവർത്തനത്തിൽ VS അച്യുതാനന്ദൻ്റെ വേലിക്കകത്തെന്നുള്ള വീടാണ് VS എന്നുള്ള അക്ഷരങ്ങൾ നൽകിയതെങ്കിൽ, അങ്ങനെ ആ സഖാവിനെ VS എന്ന് മാത്രം ചുരുക്കപ്പേരിലേക്ക് 2 അക്ഷരങ്ങളിലേക്ക് വിളിച്ചു തുടങ്ങിയത് ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. മാധു സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തന്നെ, നേരത്തെ രാഗിനി സൂചിപ്പിച്ച പോലെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ കാലഘട്ടം മുതൽ VSന്റെ എല്ലായിടത്തും VS കയ്യൊപ്പ് പതിപ്പിച്ചതാണ്. അവിടേക്കാണ് VS മടങ്ങിയെത്തുന്നത്. അതിവൈകാരികമായിട്ടുള്ള കാഴ്ചയാണ്. എത്രമാത്രം നേരമായി ഇവിടെ കാത്തിരിക്കുന്ന ആളുകളാണെന്നറിയാം. അത്രമാത്രമായി നേരം പുലരുമ്പോൾ മുതൽ സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്ക് വലിയ മഴ പെയ്യുന്നുണ്ട്. ചെറിയ ചാറ്റിലല്ല, പേമാരി പോലെ പെയ്തിറങ്ങുന്നുണ്ട് മഴ. ആ മഴയെ ഒക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ ഒരു കൂസലുമില്ലാതെ ആ മഴയൊക്കെ കൊണ്ട് ഒരു കുടയിൽ 10-20 പേര് നിൽക്കുന്ന കാഴ്ചയൊക്കെ നേരത്തെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രമാത്രം എല്ലാം സഹിച്ചും മഴയും വെയിലും ഒക്കെ സഹിച്ചാണെങ്കിൽ ഞങ്ങളുടെ സഖാവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് അരികിലേക്കാണ് VS എത്തുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് VSന് ഇത്രയും ആളുകൾക്ക് കണ്ടു കഴിയാനാകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ വേലിക്കകത്ത് വീട്ടിൽ നിന്നിറങ്ങുന്ന പോലെ ഇവിടെയും കുറച്ചധികം സമയം വേണ്ടിവരും. ഇത്രയും പേരുള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി നേരത്തെ അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. എത്ര നേരം നിൽക്കുന്നു ചേട്ടാ? 1 മണിക്കൂറിന് മുകളിലായി ഇവിടെ ചെന്നിറങ്ങിട്ട്. 1 മണിക്കൂറിന് മുകളിലായി. എപ്പോഴാ വന്നേ? എത്ര മണിക്കൂറാണെങ്കിലും 1 മണിക്കൂറായി. എത്ര മണിക്കൂറാണെങ്കിലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അവിടുന്ന് ഇറങ്ങി ഇവിടെയുള്ളവരൊക്കെ കുറെ നേരമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. കുറെ നേരമായി വന്നിട്ട് പാവങ്ങളുടെ പടത്തലവനെ കാണാനായി വന്നത്. കുറച്ചു നേരമായി വന്നിട്ട് ഇപ്പം വരുമെന്ന് പറയുന്നു. ആലപ്പുഴ തന്നെയാണോ? കൈനഗിരി. കൈനഗിരിയിൽ നിന്നുള്ള ആളുകളൊക്കെയാണ്. കൈനഗിരി VSന്റെ തട്ടകമാണ്. VS വളർന്നു വന്നിട്ടുള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി, തൊഴിലാളി യൂണിയന് വേണ്ടിയുള്ള VSന്റെ പ്രവർത്തനം, അതൊക്കെ അറിഞ്ഞ VSനെ വളർത്തിയിട്ടുള്ള മണ്ണാണ്. ആ മണ്ണ് അവസാനമായി VSന് വിട നൽകാനായി ഒരുങ്ങുകയാണ്. കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത്. VSനെ കണ്ടിട്ടേ പോകുള്ളൂ. ആലപ്പുഴ തന്നെയല്ലേ? കുറെ നേരമായി കാത്തിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ. VSനെ കാണാൻ ഇപ്പം ഇങ്ങോട്ട് എത്തുന്ന പറയുന്നത്. പക്ഷെ ഇത്രയും ആളുകളുണ്ട്, അരമണിക്കൂർ സമയമേ ഉള്ളൂ. ഞങ്ങളെല്ലാം കണ്ടിട്ടേ ഇവിടെ പോകത്തുള്ളൂ. സഖാവിനെ കാണാൻ ഞങ്ങളാരും പോകത്തില്ല. അതിരാവിലെ വന്നതാണ്. ഞങ്ങളെ സഖാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. എപ്പോ വന്നവരാ നമുക്ക്? ഞങ്ങള് ആലപ്പുഴക്കാര് തന്നെയാണോ എല്ലാവരും? കണ്ടിട്ട് ഞങ്ങൾ പോകുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത വണ്ണം ആളുകൾ അവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നിറയുകയാണ്. അത്രയും ആളുകൾ സഖാവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും നേരം അവർക്ക് കാണാനാകില്ല. മധു നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ ആ മുഖം ഒന്ന് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടുവെന്ന് വെറുതെ മൂളാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കൂടുതൽ ജനപ്രതിനിധികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഇങ്ങോട്ട് കടന്നു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ. അത്രയും തിരക്കാണ് ഇവിടെ. അത്രയും തിരക്കിലൂടെയാണ് വാഹനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ചേട്ടാ എപ്പോ ഞാൻ കുറേ സമയം വന്നിട്ട് ഇന്നലെ തൊട്ടുണ്ട് ഇവിടെ. അമ്പലപ്പുഴ. VSനെ മുൻപ് അറിയാം. സഖാവ് ഞങ്ങളുടെ ജീവനല്ലേ, ഞങ്ങളുടെ ചങ്കാണ്. സഖാവിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രസംഗത്തിൽ ആകർഷണമാണ് ഞാൻ പ്രസംഗം വന്നത്. കുറേ കാലമായിട്ട് സഖാവിൻ്റെ ആരാധനയാണ്. പിന്നെ CPM മെമ്പറുമാണ്. സഖാവാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ പാലക്കാട് സഖാവിൻ്റെ കൂടെ പ്രവർത്തിച്ചു. ആളുകളിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേതാക്കളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആളുകളുടെ ഒരു പ്രവാഹം. നേതാക്കളൊക്കെ എത്തുന്നു. നമ്മൾക്ക് അവർക്കും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മുഖ്യമന്ത്രി വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഇവിടുന്ന് അദ്ദേഹം മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരികെ എത്തുകയാണ്. നേതാക്കൾക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പറ്റാത്ത വണ്ണം ആളുകൾ ഈ P. കൃഷ്ണപിള്ളയുടെ സ്മാരക മന്ദിരത്തിന് ചുറ്റും നിറയുകയാണ്. VS അച്യുതാനന്ദനെ കാണാൻ വേണ്ടിയിട്ട്. എത്ര പേർക്ക് ഈ സമരനായകനെ ഇനി കണ്ട് വിട ചൊല്ലാനാകുമെന്നുള്ളതാണ്. ഒരു കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു യുഗം അവസാനിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മയെ, ഒരു നൂറ്റാണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള നമുക്കറിയാം VS ഇല്ല മരിക്കുന്നില്ല എന്നുള്ള ഇവിടെ സഖാക്കൾ ഏറ്റുവിളിക്കുന്നുണ്ടെങ്കിൽ, ആ മുദ്രാവാക്യം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇവരുടെ ഇനിയുള്ള ആളുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് VS അച്യുതാനന്ദൻ. തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പല ആളുകളുടെ ഭാഗത്തു നിന്ന്, വിമർശകരുടെ അല്ലാത്തവരുടെയൊക്കെ ഭാഗത്ത് നമ്മൾ കേട്ടു. പക്ഷേ അങ്ങനെയല്ല. VS മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, VS മുന്നോട്ട് വെച്ചിട്ടുള്ള പോരാട്ടങ്ങൾ, അനീതിക്കെതിരെയുള്ള നീചത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ കണിക ഞങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകളും എന്ന് തന്നെ നമുക്ക് പറയണം. അത്രമാത്രം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ